അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1254, സൂറത്തുൽ അംഫാൽ 11-ാം സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ يغشيكم النعاس أمنة منه وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. إذ يغشيكم النعاس أمنة منه. അല്ലാഹുവിൽ നിന്നുള്ള നിർഭയത്വത്തിന്റെ സന്ദേശത്താൽ, നിദ്രാമയക്കത്താൽ അല്ലാഹു തആല നിങ്ങളെ ആവരണം ചെയ്ത സന്ദർഭം സ്മരണീയമാണ്. വയുനസ്സിലു അലൈക്കും മിനസ്സമായി, അവൻ ആകാശത്തു നിന്ന് നിങ്ങളുടെ മേലിൽ മഴ വർഷിപ്പിച്ചു തരികയും ചെയ്ത സന്ദർഭം. ലിയുതഹ്ഹിറക്കും ബിഹി, ആ മഴ മുഖേന നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി. വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ, പൈശാചിക ദുർബോധനങ്ങളെ നിങ്ങളിൽ നിന്ന് ദൂരീകരിക്കാനും വേണ്ടി. വലിയർബിത അലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളുടെ മേലിൽ ദൃഢതയും ഉറപ്പും നൽകാനും വേണ്ടി. വയുസബ്ബിത ബിഹിൽ അഖ്ദാം, കാലുറപ്പിച്ചു നിർത്താനും ആ മഴ മുഖേന നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിച്ചു തന്ന സന്ദർഭവും ഓർക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ സൂക്തത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിന്റെയും ദുആ അല്ലാഹു സ്വീകരിച്ചുവെന്നും 1000 മലക്കുകളെ ഇറക്കിക്കൊടുത്ത് സഹായിക്കാമെന്ന് ഏറ്റുവെന്നും പറഞ്ഞുവല്ലോ. ആ വാഗ്ദാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പുലർത്തിയതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ വിശദീകരണം തന്നെയാണ് അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്ത സഹായങ്ങളിൽ ഒന്നാണ് മലക്കുകളെ ഇറക്കി തന്നതെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട 4 അനുഗ്രഹങ്ങളെയാണ് ഇവിടെ ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. അതിൽപ്പെട്ട ഒന്ന്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിദ്രാമയക്കം നൽകി. ഉറക്കം, യുദ്ധത്തിന്റെ തലേ രാത്രി ഉറക്കം വരിക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ലക്ഷണമായി കാണേണ്ട സംഗതിയാണ്. അത് നിങ്ങൾക്ക് അല്ലാഹു നൽകി. അതുപോലെ ആകാശത്തുനിന്ന് നന്നായി മഴ വർഷിപ്പിച്ചു തന്നു. ആ മഴ വർഷിപ്പിച്ചത് മുഖേന 3 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കാനാണ്. ഒന്ന്, നിങ്ങൾക്കതുകൊണ്ട് ശുദ്ധീകരിക്കാൻ വേണ്ടി. വലിയ ശുദ്ധിയുള്ള ആളുകൾ കുളിക്കണം, ഒന്നുമില്ലാത്ത ആളുകൾക്ക് ഒന്നെടുക്കണം. അതിനോടെ വെള്ളമല്ല, അപ്പൊ ആ വെള്ളം ഉപയോഗിക്കണം. അതിന് വെള്ളം കിട്ടി. അതോടൊപ്പം തന്നെ പൈശാചിക ദുർബോധനം അത് നിങ്ങളിൽ നിന്ന് നീക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ, ശത്രുക്കൾ ബദറിൽ തമ്പടിച്ചിരുന്നത് ഒരു താഴ്ന്ന പ്രദേശത്ത്. അവിടെ അവർക്ക് എന്തുണ്ട്? വെള്ളവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതേസമയത്ത് മുസ്ലിങ്ങൾ വൈകിയാണല്ലോ ബദറിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരെത്തുമ്പോൾ അവർക്ക് നിൽക്കാൻ കിട്ടിയ, സ്റ്റേ ചെയ്യാൻ കിട്ടിയ സ്ഥലം അതത്ര സുഖകരമായ സ്ഥലമല്ല. മണലൊക്കെ ശരിക്കും കാല് മണ്ണിൽ പൂന്തിപ്പോകുന്ന വിധത്തിലുള്ള ഒരു ദൃഢതയില്ലാത്ത, ഉറപ്പില്ലാത്ത മണ്ണ്. അതോടൊപ്പം തന്നെ അവിടെ ഉപയോഗിക്കാൻ വെള്ളമല്ല. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ദാഹമുള്ളവരുണ്ട്, അതേപോലെ ഒതുക്കേണ്ടവരുണ്ട്, കുളിക്കേണ്ടവരുണ്ട്. ഇതിനൊന്നും സംവിധാനമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ പിശാച് വിശ്വാസികളുടെ മനസ്സിലൊരു ദുർബോധനം ഇട്ടുകൊടുക്കുകയാണ്. എന്താണ്? എന്തപ്പത് ഇങ്ങനെ? നമ്മള് വിശ്വാസികളാണ്, നമ്മളോട് കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, എല്ലാ സംവിധാനവും നമുക്ക് അനുകൂലമാണ്. എന്നിട്ടും നമുക്കിവിടെ കുടിക്കാനും കുളിക്കാനൊന്നും വെള്ളമല്ല, സംവിധാനമല്ല, ഭക്ഷണമല്ല. അതേസമയത്ത് നമ്മുടെ എതിരാളികളാവട്ടെ അവർക്കെല്ലാ ഭൗതിക സംവിധാനവും സൗകര്യങ്ങളും ഉണ്ടല്ലോ എന്നൊരു ചിന്ത ചിലരുടെ മനസ്സിലെങ്കിലും വന്നുകൂടാൻ. അങ്ങനെയാണ് ഭൗതികമായ നേട്ടങ്ങൾ മറ്റുള്ളവർക്കുണ്ടാവുകയും നമുക്കത് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് പിശാച് അത്തരമൊരു ചിന്ത ഉണ്ടാക്കും. നമ്മളെത്താ ശരിയെന്ന് പറഞ്ഞിട്ട് നമുക്കെന്താ സൗകര്യമില്ലാത്തതെന്ന്. വാസ്തവത്തിൽ ശരിയുള്ളവർക്ക് ദുനിയാവിൽ സൗകര്യം ചെയ്യാമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ലല്ലോ.
പക്ഷെ പിശാച് അങ്ങനത്തെ ഒരു ചിന്ത ചിലരുടെ മനസ്സിലുണ്ടാക്കും. അപ്പൊ അത്തരം ഒരു സാഹചര്യം വരുമ്പോ അതിൽ നിന്ന് വിശ്വാസികൾക്ക് അല്ലാഹു തആല ഈ മഴ മുഖേന എന്താക്കി ആ ചിന്ത അവരുടെ മനസ്സിൽ നിന്ന് പോയി. കാരണം എന്താ, അവർക്ക് കുടിക്കാനും കുളിക്കാനും ഒക്കെയുള്ള വെള്ളം ലഭിച്ചു. അള്ളാഹു അവരെ സഹായിക്കാമെന്ന് ഏറ്റത് ശരിക്കും അവർക്ക് അനുഭവത്തിൽ ബോധ്യമായി. അപ്പൊ അങ്ങനെ ബോധ്യമാകുമ്പോൾ അതോടുകൂടെ തന്നെ ഉണ്ടാകുന്ന ഫലമാണ് വലിയ റബ്ബിത്താല ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളുടെ മേല് അള്ളാഹു അല്ല ദൃഢത നൽകാൻ വേണ്ടി അള്ളാഹു സഹായിക്കുമെന്നുള്ള ഒരു കൃത്യമായ ഉറപ്പ് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകാൻ, ആ ഉറപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നൽകി. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ഉറപ്പ് അവർക്ക് കിട്ടാൻ ഈ മഴ കാരണമായി. അതോടൊപ്പം യുസബ്ബിത ബിഹിൽ അഖ്ദാം, നിങ്ങളുടെ പാദങ്ങൾ കാലുകൾ ഉറപ്പിച്ചു നിർത്താനും. അതായത് ആ മണ്ണ് നേരത്തെ നടക്കുമ്പോൾ പ്രയാസമുള്ളതാണ്, പൂന്തിപ്പോകുന്ന മണ്ണാണ്, മണലാണ്. അതേസമയത്ത് മഴ പെയ്ത് അവിടെ ഒന്നാണ് സെറ്റായപ്പോ അത് നല്ല ദൃഢത വന്നു, ഉറപ്പ് വന്നു. അപ്പൊ ആ ഉറച്ച ഭൂമിയിലൂടെ കാലുകൾക്ക് സഞ്ചരിക്കാനും അതുപോലെ മനുഷ്യന് സ്മൂത്തായി നടക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ അല്ലാഹു തആല ഒരുക്കി തന്നു. ഇത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹങ്ങളാണെന്ന് ഓർക്കണമെന്നാണ് ഈ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത്. ഇനി നമ്മൾ ഓരോന്നിന്റെയും അവസ്ഥകൾ പരിശോധിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട ഖുർആനിലൂടെ ഇത് യുഗശിക്കുമുന്നു ആസ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിദ്രാമയക്കം അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ ആവരണം ചെയ്തു. നിങ്ങളെ മൂടി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങുകയാണ്. രാത്രിയിൽ യുദ്ധത്തിന്റെ ആ രാത്രിയിൽ എല്ലാ മുസ്ലിമീങ്ങളും അവരെല്ലാവരും ഉറങ്ങുകയാണ്. എല്ലാവർക്കും ഒരേ സമയത്ത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കം നൽകി. ബഹുമാനപ്പെട്ട ഇമാം സാവി അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഇത് യുഗശിക്കുമുന്നു ആസ അമനത്തൻ ദഫഅത്തൻ വാഹിദ, ഒറ്റയടിക്ക് എല്ലാവർക്കും ഉറക്കം, ഇഞ്ചക്ഷൻ ചെയ്ത പോലെ എല്ലാവരും ഉറങ്ങി. ഫനാമു കുല്ലുഹും, എല്ലാവരും ഉറങ്ങി. വഹാദാ അലാ ഖിലാഫിൽ ആദ, ഇത് പതിവിനെതിരാണ്. അതായത് യുദ്ധത്തിന്റെ തലേരാത്രി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്ത ജിജ്ഞാസയുടെ, ആശങ്കയുടെ, വല്ലാത്ത ബേജാറിന്റെ ഒക്കെ രാത്രിയല്ലേ. അപ്പൊ ആ രാത്രി എന്തായാലും കുറെ കണ്ണുകൾ ഉറക്കമടച്ച് നടക്കാനിരിക്കുന്ന സംഗതികളെക്കുറിച്ചുള്ള കൂലങ്കഷമായ ഡിസ്കഷനിലും ആലോചനയിലും ഒക്കെ മുഴുകാനുണ്ടാവില്ലേ. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവൻ സുഖമായിട്ട് ഉറങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഫഹിയ മുഅ്ജിസത്തുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ഒരു മുഅ്ജിസത്തും അമാനുഷിക സിദ്ധിയുമാണ്. എന്താ, ഒറ്റ ഈ ഭയത്തിന്റെ സമയത്ത് എല്ലാവരെയും ഉറക്കിയെന്നത്. ഭയമുള്ള സമയത്ത് ആർക്കെങ്കിലും ഉറക്കം വരുമോ? പേടിച്ച് നിൽക്കുമ്പോൾ ഉറക്കം വരൂലല്ലോ. എന്നാൽ ഇവരവിടെ സുഖമായിട്ട് ആ സമയത്ത് ഉറങ്ങുകയാണ്. ആ ഉറക്കം കൊണ്ടുണ്ടാകുന്ന സംഗതി എന്താ? ഉറക്കം കൊണ്ടുണ്ടാകുന്ന സംഗതി ഒന്ന് അമനത്തം മിൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിങ്ങൾക്കുള്ള നിർഭയത്വത്താൽ, അഥവാ നിങ്ങളുടെ മനസ്സിൽ ശത്രുവിനെ കുറിച്ചുള്ള ഭയം അത് അശേഷം നിലനിൽക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ മനസ്സിലുണ്ടാക്കി തന്നു. യുദ്ധം നടക്കുന്നതിന്റെ തലേ രാത്രി ഉറങ്ങുക എന്ന് പറയുന്നത് വരാനിരിക്കുന്ന സംഭവങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. വകാന ഹാദൻ നുആസു ഫിൽ ലൈലത്തി അല്ലത്തി കാനൽ ഖിതാലു മിൻ ഗദിഹ, പിറ്റേ ദിവസം യുദ്ധം നടക്കുന്ന ആ തലേ രാത്രി ഉറങ്ങുക എന്ന് പറയുന്നത് അത് ഫകാന നൗമു അജീബൻ, അതൊരു അത്ഭുതമുള്ള ഉറക്കമാണ്. മാമാ കാന ബൈന ഐദീഹിം മിനൽ അംരിൽ മുഹിം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതും ബദർ നമുക്കറിയാലോ, നേരത്തെ ഒരു യുദ്ധത്തിന്റെ എക്സ്പീരിയൻസ് മുസ്ലിമീങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ നടക്കാൻ പോണത് എന്നതിനെ സംബന്ധിച്ചുള്ള ജിജ്ഞാസ, അതിനെക്കുറിച്ചുള്ള ആശങ്ക, അതുമായി ബന്ധപ്പെട്ടുള്ള ബേജാറുകൾ, ഇതെല്ലാം മനസ്സിനെ വരിഞ്ഞു മുറുക്കേണ്ട സമയം. ഉറങ്ങാനുള്ള അവസരം കിട്ടിയാൽ പോലും ഉറക്കം വരാത്ത വിധത്തിൽ ആളുകളെ വല്ലാതെ വരിഞ്ഞു മുറുക്കേണ്ട പ്രതിസന്ധിയുടെ ഘട്ടം. പക്ഷെ ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് എല്ലാ സംവിധാനങ്ങളും ഓക്കെ ആയ ആളുകൾ സ്വസ്ഥമായി ഉറങ്ങുന്നത് പോലെ മുസ്ലിമീങ്ങൾ ഉറങ്ങുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ, അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിന് അവിടെ ഒരു നിർഭയത്വം നൽകി. നിങ്ങൾക്ക് ശത്രുവിനെ പേടിയില്ല എന്ന ഒരു ഫീലിംഗ് അള്ളാഹു നിങ്ങളെ കൽബിൽ ഉണ്ടാക്കി തന്നു. അത് അമനത്തം മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള നിർഭയത്വത്താൽ നിങ്ങൾക്ക് ഉറക്കം ബാധിച്ചു എന്ന് പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ്? വലഖദ റഅയ്തുനാ വമാ ഫീനാ ഇല്ലാ നായിമുൻ ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹത ശജറത്തിൻ യുസല്ലി വയബ്കി ഹത്താ അസ്ബഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിച്ചു ബാക്കി എല്ലാവരും, ഞങ്ങളെ കൂട്ടത്തിൽ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ ഉറങ്ങി. എന്നാൽ നബി സല്ലല്ലാഹു തങ്ങൾ ആ രാത്രി തീരെ ഉറങ്ങിയില്ല. ഒരു മരത്തിന്റെ ചുവട്ടിൽ നിസ്കരിക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് കരയുകയും ചെയ്തുകൊണ്ട് ആ സൈന്യത്തിന്റെ ക്യാപ്റ്റൻ വല്ലാത്ത അള്ളാഹുവിലേക്കുള്ള
വലിയ താഴ്മയോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരവും കരച്ചിലും ദുആയുമായി കഴിഞ്ഞുകൂടുകയായിരുന്നു എന്നിമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അടുത്ത തഫ്സീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നത് കാണാം. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് ആ രാത്രി അള്ളാഹു ഉറക്കം നൽകിയത് അനുഗ്രഹമാണെന്ന് പറഞ്ഞല്ലോ. ആ ഉറക്കം നൽകലെന്ന അനുഗ്രഹം എന്തിനുണ്ടായി എന്നതിന് രണ്ട് നിരീക്ഷണം പണ്ഡിതന്മാർ നടത്തുന്നുണ്ട്. ഒന്ന്, അവർക്ക് ആ രാത്രി പിറ്റേ ദിവസം നടക്കാനുള്ള യുദ്ധത്തിന് ആവശ്യമായൊരു റെസ്റ്റ്, ശാരീരികമായി അവർക്ക് ലഭിക്കുന്ന ഒരു എനർജി, ആ എനർജിക്ക് വേണ്ടിയാണ് അള്ളാഹു താല, അതായത് ഉറക്കച്ചടവോടുകൂടെ യുദ്ധത്തിലേക്ക് വരുമ്പോൾ ഒരു ഉന്മേഷക്കുറവും മറ്റൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റാൽ നന്നായിട്ട് റീഫ്രഷ് ചെയ്ത ഒരു കണ്ടീഷൻ ഉണ്ടാവുമല്ലോ, മൈൻഡൊക്കെ ഒന്ന് ഉഷാറായ, ശരീരത്തിലൊക്കെ ഒരു ഊർജ്ജസ്വലത കൈവന്ന ഒരവസ്ഥയുണ്ടാവും. അതിനുവേണ്ടിയാണ് ഉറക്കം നൽകിയത് എന്നൊന്ന്. രണ്ടാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർഭയത്വം നൽകിയത് എങ്ങനെ? ബിസവാലിർ റുഅബി മിൻ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ നിന്ന് ശത്രുവിനോടുള്ള ഭയം തീരെയില്ല. ആ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്തായി? ഉറക്കം നൽകി. എന്താണ്? ആപ്തവാക്യമുണ്ട്, അൽ-അംനു മുനീമുൻ വൽ ഖൗഫു മുസ്ഫിറുൻ. നിർഭയത്വം എന്നത് ഉറക്കം നൽകുന്ന ഒരു ഘടകമാണ്. അതേസമയത്ത് ഭയം എന്നത് ഉറക്കം കളയുന്ന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലർ വിശദീകരിച്ചിട്ടുണ്ടെന്ന് മഹാനായ ഇമാം ഖുർത്തുബി തന്നെ അവിടുത്തെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചത് കാണാം. നോക്കൂ, പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലരുടെ വ്യാഖ്യാനം ഇവിടെ കാണാം. ശത്രുക്കളുടെ എണ്ണം വളരെ വർദ്ധിച്ചതാണ്. അതേപോലെ തന്നെ അവരുടെ ആയുധബലവും മറ്റ് എല്ലാ ഭൗതിക സംവിധാനങ്ങളും അവർക്ക് കൂടുതലാണ്. അതേസമയത്ത് മുസ്ലിമീങ്ങളുടെ എണ്ണം തുച്ഛമാണ്. ആ ഒരവസ്ഥയിൽ മുസ്ലിമീങ്ങൾക്ക് കടുത്ത ദാഹവും മറ്റ് വിഷമങ്ങളൊക്കെ ഉണ്ടായി. ആ വിഷമങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അല്ലാഹു തആല അവർക്ക് ഉറക്കം നൽകി. ആ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്ക് ദാഹം അവരിൽ നിന്ന് പോയിരിക്കുന്നു, ക്ഷീണം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, ശത്രുവിനോട് യുദ്ധം ചെയ്യാനുള്ളൊരു പവർ അവരുടെ ഹൃദയത്തിന് കൈവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഉറക്കം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരനുഗ്രഹമായി മാറുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം സാവി അവിടുത്തെ തഫ്സീറിൽ ഇതിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നത്. അപ്പൊ അള്ളാഹു നൽകിയതാണ് ഈ ഉറക്കം, അത് നിർഭയത്വത്തിന്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അന്നുആസു ഫിൽ ഖിതാലി അമനത്തും മിനല്ലാഹി തആല വഫിസ് സ്വലാത്തി വസ്വസത്തും മിനശ് ശൈത്താൻ. യുദ്ധത്തിൽ ഉറക്കം തൂങ്ങുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിനുള്ള നിർഭയത്വത്തിന്റെ ലക്ഷണമാണ്. അതേസമയത്ത് നിസ്കാരത്തിൽ ഉറക്കം തൂങ്ങുന്നത് വസ്വസത്തും മിനശ് ശൈത്താൻ, അത് പിശാചിൽ നിന്നുള്ള വസ്വാസാണ്. പിശാചി ദുർബോധനം നടത്തുകയാണ് അല്ലെ. നിസ്കരിക്കുമ്പോൾ ഉറക്കം വരുന്ന ആൾക്കാർ അത് പിശാചിന്റെ ദുർബോധനത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിർഭയത്വം നൽകിയതുകൊണ്ട് നിങ്ങൾ ആ രാത്രി ഉറക്കം വന്നു നിങ്ങൾക്ക്. അത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തെന്ന വലിയ അനുഗ്രഹമാണ്. രണ്ടാമത്തത്, യുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആകാശത്തുനിന്ന് മഴ ഇറക്കി തന്നു. ആകാശത്തുനിന്ന് വെള്ളം ഇറക്കി തന്നു, മഴ പെയ്തു. എന്താ കാരണം? ബദറിൽ മുസ്ലിമീങ്ങൾ നിൽക്കുന്ന സ്ഥലം അത് ഒരു തരം പൂന്തലുള്ള കാൽപാദങ്ങളൊന്നും സുഖമായി വെച്ച് നടക്കാൻ കൊള്ളാത്ത ഒരു പ്രയാസകരമായിട്ടുള്ള മണ്ണായിരുന്നു. അവിടുത്തെ മണല് അങ്ങനത്തെ ഒരു മണലാണ്. അപ്പൊ ജീവികൾക്ക് നടക്കാൻ പ്രയാസം, മനുഷ്യർക്ക് നടക്കാൻ പ്രയാസമുള്ള സ്ഥലം. അതേസമയത്ത് ബദറിൽ നേരത്തെ എത്തിയ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ അവര് താമസിച്ച എടുത്ത സ്ഥലം, ആ സ്ഥലം നല്ല വെള്ളമുള്ള, നല്ല നടക്കാനൊക്കെ പറ്റുന്ന നല്ല സ്ഥലമാണ്. എന്നാൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ചിലര് കുളിക്കേണ്ടവരുണ്ട്, ചിലര് ഒന്നുടുക്കേണ്ടവരുണ്ട്, അവരോടൊപ്പം നമുക്ക് ദാഹമുണ്ട്. ആ സമയത്താണ് പിശാച് അവന്റെ മനസ്സിലേക്ക് ദുർബോധനം ഉണ്ടാക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഖാസിം തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ആ സമയത്താണ് മനസ്സിലേക്ക് പിശാച് ഉണ്ടാക്കുന്ന ചിന്ത, തസ്ഉമൂന അന്നകും അലൽ ഹഖ് വഫീകും നബിയുല്ലാഹ്, നിങ്ങൾ സത്യത്തിലാണ് നിങ്ങൾ വാദിക്കുന്നു, നിങ്ങളിൽ തന്നെയാണ് പ്രവാചകരുള്ളത്, വാൻതും ഔലിയാഉല്ലാഹി, നിങ്ങളാണെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് എന്ന് പറയുന്നു. പക്ഷെ വഖദ് ഖലബകുമുൽ മുശ്രികൂന അലൽ മായി, നിങ്ങൾക്ക് മേലിൽ അതിജയിച്ച് വെള്ളമെടുക്കാൻ ശത്രുക്കൾക്ക് അവസരമുണ്ടായിരിക്കുന്നു. വാൻതും തുസല്ലൂന മുഹദിസീന വമുജ്നിബീൻ, നിങ്ങൾ വലിയ ശുദ്ധിയും ചെറിയ ശുദ്ധിയൊക്കെ ആയിട്ട് നിസ്കരിക്കേണ്ട ഗതികളിലെത്തുന്നു. അപ്പൊ ഫകൈഫ തർജൂന അൻ തുൽഹിറു അലാ അദുവിക്കും, നിങ്ങളുടെ ശത്രുവിന് നേരെയുള്ള അൻ തുൽഹിറു അലാ അദുവിക്കും, നിങ്ങളുടെ ശത്രുവിനെതിരെ നാളെ നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്ന് നിങ്ങൾ എങ്ങനെ പ്രതീക്ഷിക്കുന്നു? അതായത് ആ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എതിരല്ലേ, ശത്രുവിന് അനുകൂലമല്ലേ എന്നൊരു ചിന്ത ചിലരുടെ മനസ്സിൽ വന്നു. അത് വന്നപ്പോൾ ഫഅൻസലല്ലാഹു മതറൻ സാല മിൻഹുൽ വാദി, ആ താഴ്വാരം മൊത്തം വെള്ളം ഒഴുകാൻ പറ്റിയ വിധത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല സമൃദ്ധമായ മഴ നൽകി. ആ മഴ കിട്ടിയപ്പോൾ മുഅ്മിനീങ്ങൾ അതിൽ നിന്ന് കുടിക്കുകയും കുളിക്കുകയും വുളൂ ചെയ്യുകയും അതേപോലെ തന്നെ അവരുടെ കന്നുകാലികൾക്ക് കുടിപ്പിക്കുകയും അതുപോലെ തന്നെ പാത്രങ്ങളെല്ലാം വെള്ളം നിറച്ചു വെക്കുകയും അതോടൊപ്പം തന്നെ അവിടെയുള്ള പൊടികളെല്ലാം അടങ്ങി ഭൂമി നല്ല സ്മൂത്തായി നടക്കാൻ പറ്റും വിധത്തിൽ കാൽപാദങ്ങൾ ഉറപ്പിച്ച് നടക്കാൻ പറ്റും വിധത്തിൽ പൂന്തിപ്പോകാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്തു. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, ഞങ്ങളിൽ പ്രവാചകനുണ്ട്, ആ പ്രവാചകനും ഞങ്ങളും സത്യത്തിലാണ്, സത്യത്തിലുള്ള ഞങ്ങളെ നിർണായകഘട്ടത്തിൽ യജമാനായ റബ്ബ് കൈവിടില്ല എന്ന ഒരു കൃത്യമായ കോൺഫിഡൻസ് അവരുടെ മനസ്സിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്തുകൊണ്ട് ബദറിൽ നിങ്ങൾക്കായിരിക്കും നാളെ വിജയം എന്നതിലേക്കുള്ള ശുഭസൂചനയായി ആ മഴയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയുണ്ടായി. ആ സമയത്ത് തന്നെ മഴ പെയ്തപ്പോൾ മഹാന്മാരായ സഹാബികൾ അവരെന്ത് ചെയ്തു? അവര് ഒരു ഹൗള് ഉണ്ടാക്കി, അഥവാ വെള്ളം സൂക്ഷിക്കാൻ പറ്റിയ ഒരു തടാകം പോലെ ആ മരുഭൂമിയിൽ ഉണ്ടാക്കി. ഒരു വലിയ ഹൗള് പോലെ വെള്ളം സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലം പോലെ അത് മാറുകയും അതിൽ ധാരാളമായി അവർ വെള്ളം നിറക്കുകയും അത് അവരുടെ ആവശ്യത്തിന് എടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആ വെള്ളത്തിൽ നിന്ന് കുടിക്കാൻ ശത്രുക്കളുടെ പക്ഷത്താണെങ്കിലോ അതുവരെ അവർ സൗകര്യമുള്ള പ്രദേശത്തായിരുന്നുവെങ്കിലും ഇപ്പൊ കഥ മാറി. അവർ താഴ്ഭാഗത്താണ്, വെള്ളവും ചെളിയുമൊക്കെ ഒലിച്ചിറങ്ങി അവരുടെ പരിസരം ആകെ മലീമസമാകുന്ന അവസ്ഥയുണ്ടാകുന്നു. അവർക്ക് വല്ലാത്ത നിരാശ ബാധിക്കുന്നു. മുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്ക് മഴ പെയ്തപ്പോൾ കിട്ടിയ വെള്ളം അതിൽ നിന്ന് ആവശ്യമുള്ളത് അവർ ഹൗലുണ്ടാക്കി സംഭരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഹൗലുണ്ടാക്കി സംഭരിക്കുന്നിടത്തേക്ക് അതാ വരുന്നു അസ്വദ് എന്ന് പറയുന്ന ശത്രുക്കളുടെ കൂട്ടത്തിലെ വില്ലാളി വീരനായ ആ ഒരു കേമനായിട്ടുള്ള പോരാളി. അദ്ദേഹം വന്ന് ബഹുമാനപ്പെട്ട ഹൗലിൽ നിന്ന് മുസ്ലിമീങ്ങൾ ഒരുക്കിയിട്ടുള്ള സഹാബത്ത് ഒരുക്കിയിട്ടുള്ള ആ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കുമെന്ന് വാശി പിടിക്കുന്നു. ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അയാളോട് പറയുന്നു, ഈ വെള്ളത്തിൽ നിന്ന് തൊടാൻ നീ സമ്മതിക്കരുത്. അസ്വദ് പറയുന്നു, ഞാൻ ഇവിടുന്ന് ഒന്നുകിൽ നിന്ന് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഹൗല് ഞാൻ പൊട്ടിച്ച് അതിനെ വെള്ളമൊക്കെ ഒഴുക്കിക്കളയും, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ മുന്നിൽ നിന്ന് മരിക്കും. മൂന്നാലൊരു സംഗതി ചെയ്തിട്ടല്ലാതെ അസ്വദ് ഇവിടുന്ന് തിരിച്ചു പോവില്ല. അപ്പൊ ഹംസ റളിയല്ലാഹു പറഞ്ഞു, എന്നാ പിന്നെ മൂന്നാമത്തെ മരിക്കാൻ തന്ന സംഗതി നമ്മൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതാണ് ടിക്ക് ചെയ്യുക എന്ന് പറയുകയും അസ്വദും അതേപോലെ തന്നെ ഹംസ റളിയല്ലാഹുവും തമ്മിൽ ആദ്യത്തെ സംഘട്ടനം അവിടെ വെച്ച് നടക്കുകയും അസ്വദ് അതിദയനീയമായി കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ വിജയത്തിന്റെ ഒന്നാമത്തെ ഘട്ടം അവിടെ നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. അഥവാ മുസ്ലിമീങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കാൻ, അവർക്ക് ആത്മവിശ്വാസം നന്നായി കൈവരാനുള്ള അവസരമുണ്ടാകുന്നു. ശത്രുവിന്റെ മനസ്സിലേക്ക് ആദ്യത്തെ ഒരു ഷോക്ക് നൽകാൻ ഈ ഒരൊറ്റ പ്രവർത്തനത്തിലൂടെ തന്നെ സാധിക്കുന്നു. തുടർന്നങ്ങോട്ട് നടക്കുന്ന എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് തന്നെ വിജയശ്രീലാളിതനാകാനുള്ള അവസരം അല്ലാഹു തആല ഒരുക്കി കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഈ സൂക്തത്തിന്റെ ആശയമായി പണ്ഡിതന്മാർ നമുക്ക് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് മഴ ഇറക്കി തന്നു, ആ മഴ മുഖേന നിങ്ങൾക്ക് ശുദ്ധീകരണത്തിനുള്ള സംവിധാനം ഉണ്ടാക്കാൻ. അതോടൊപ്പം തന്നെ പിശാചിന്റെ വസ്വാസും ദുർബോധനവും അത് നിങ്ങളിൽ നിന്ന് നീക്കിക്കളയാൻ വേണ്ടി ദാഹിച്ച വശന്ന നിങ്ങൾക്ക് വെള്ളത്തിന് സംവിധാനമില്ല എന്ന് പറയുമ്പോൾ അത് പിശാച് ഒരു മാർഗമാക്കി കണ്ടിരുന്നു. നമ്മളെല്ലാവരും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭൗതികമായിട്ടുള്ള ഏതെങ്കിലും ഒരു നേട്ടം നമുക്ക് കുറയുകയും സത്യവിരോധികളായ ആളുകൾക്ക് അത് സജീവമാവുകയും ചെയ്താൽ നമ്മൾ സത്യത്തിലായിട്ടെന്തേ നമുക്ക് കിട്ടാത്തത് എന്നൊരു തോന്നൽ വാസ്തവത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാവരുത്. കാരണം എന്താ? അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനമാക്കി എന്ത് ചെയ്തിട്ടില്ല, ഈ ദുനിയാവിന്റെ അവസ്ഥയെ അള്ളാഹു മാറ്റിയിട്ടില്ല. മറിച്ച് ഇവിടെ അവനവൻ ഇഷ്ടപ്പെട്ടവർക്കും അല്ലാത്തവർക്കൊക്കെ സൗകര്യം ചെയ്യുമെന്നതാണ്. അതുകൊണ്ട് ഇവിടത്തെ സൗകര്യങ്ങളുടെ മികവ് അത് അള്ളാഹു സ്വീകരിച്ചു എന്നതിന്റെ രേഖയായി കണ്ടുകൂടാ. ഇവിടത്തെ സൗകര്യങ്ങൾ ഇല്ലാതെ പോകുന്നത് അള്ളാഹു നമ്മളെ അവഗണിച്ചതിന്റെ തെളിവുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ വന്നാൽ നമ്മളെക്കാൾ സത്യവിരോധികൾക്ക് എന്തെങ്കിലുമൊക്കെ മെജോറിറ്റി ഭൗതിക ലോകത്ത് ലഭിക്കുമ്പോൾ അതൊരിക്കലും തന്നെ ഒരു പരീക്ഷണം എന്ന അർത്ഥത്തിൽ മാത്രം കാണേണ്ടതേ ഉള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ സാധിക്കുമെന്ന് ഈ സംഭവം നമ്മളെ കൃത്യമായും തെര്യപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലിയ റബ്ബി തആല ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളുടെ മേലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് നൽകാൻ, നല്ല ഭദ്രത നൽകാൻ. വലിയ റബ്ബി തആല ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിന്റെ മേലിൽ ഭദ്രത നൽകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉറച്ച് മനസ്സിന്റെ മേലെ ആ ഉറപ്പ് കടന്നു എന്ന് പറയാനുള്ള, അഥവാ അത്രയും ഉറപ്പ്, നല്ല ഉറപ്പ്. ഇനി
ഈ പാറ പോലെ ഉറച്ചൊരവസ്ഥ നിങ്ങളുടെ ഹൃദയത്തിന് അള്ളാഹു നൽകി. വയുസബ്ബിതു ബിഹിൽ അഖ്ദാം, ആ മഴ മുഖേന അള്ളാഹു തആല നിങ്ങളുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. ഇനി ഭൂമിയിൽ പൂന്തിപ്പോകുന്ന ഒരവസ്ഥയില്ല. അങ്ങനെ ആ മഴ കൊണ്ട് അള്ളാഹു തആല വലിയ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നു. ഈ സമയത്ത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കണമെന്നാണ് അള്ളാഹുവിടെ ഉണർത്തുന്നത്. പടച്ചവൻ നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.